തെരഞ്ഞെടുപ്പുകൾ വരും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും, അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ഒരു പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നെന്ന് വരും. അപ്പോൾ തെരഞ്ഞെടുപ്പിലില്ലാത്ത സമയമൊന്നുമില്ല. ഒരു 5 വർഷത്തിനിടയിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഒരു 2-3 വർഷത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാവും. അതുകൊണ്ട് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള എന്തെങ്കിലും കേസുകളോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭരണകക്ഷികൾക്കെതിരെയുള്ള കേസുകൾ വന്നു കഴിയുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയമായി പകപോക്കാനാണ് എന്നൊക്കെ പറയുന്നത് മൂഢത്തരമായിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒളിച്ചോടലായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ, എക്സാലോജിക്കിനെതിരെ ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ വീണ്ടും അന്വേഷണം വരുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ബേജാറാകുന്നത് എന്തിനാണ്? അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ വേലകൾ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ PV താനല്ല എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ആ PV താനാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. CMRL എന്ന കമ്പനിയിൽ നിന്ന് വഴിവിട്ട രീതിയിൽ 1,72,00,000 രൂപയാണ് പ്രത്യക്ഷമായി വാങ്ങിയതായി ഇപ്പോൾ ചർച്ച വരുന്നത്. നിരവധി കോടികൾ, ഒരുപാട് കോടികൾ വേറെ ഉണ്ട് എന്ന് മാത്യക്കോട് നടൻ പറയുകയും ചെയ്തു. അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വരുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ മലയാളികളായിട്ടുള്ള ഒരാൾ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് കരുതിയിട്ടാകണം ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും ഒക്കെ പങ്കാളികളായിട്ടുള്ള ഈ 1,72,00,000. കാരണം കരിമണൽ കർത്തയുടെ ഡയറിയിൽ PV എന്നെഴുതിയിട്ടുള്ളത് പിണറായി വിജയൻ ആണ് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ആ ഡയറിയിൽ മറ്റു പേരുകളുണ്ട്, മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പല പേരുകളുണ്ട്. ഒക്കെ ഇതേപോലെ ഷോർട്ട് നെയിമുകളാണ്. അത് അവർ വാങ്ങിയിട്ടുണ്ട്, അത് സംഭാവനയായിട്ട് വാങ്ങിയതാണ്, റെസിറ്റ് കൊടുത്ത് വാങ്ങിയതാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഭാഗം ക്ലിയർ ആക്കി പോയി. ഇവിടെ അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ കൊടുക്കാത്ത സേവനത്തിന് വാങ്ങിയ പണമാണ്. അപ്പോൾ അത് മറ്റെന്തോ ആവശ്യത്തിന് വാങ്ങിയതാണ്. അപ്പോൾ ഈ പണം മാത്രമായിരിക്കില്ല. മാത്രമല്ല അതിന് GST കൊടുത്തു എന്ന് പറയുമ്പോൾ GST വരുന്നതിന് മുമ്പ് എങ്ങനെ GST അടച്ചു? ഈ പണം മാത്രമേ ഉള്ളൂ, മറ്റു പണങ്ങളുണ്ടോ? അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാൻ വരുമ്പോൾ എന്തിനാണ് പിണറായിക്ക് ഇത്ര ബേജാർ? ഇവിടെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ, അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ എന്തിനാണ് ഇറക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വാങ്ങിയിട്ടുള്ള ഈ പണം 1,72,00,000, പിന്നെ ബാക്കിയുള്ള പണം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വരുമ്പോൾ ആ പണം വാങ്ങിയത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അനുഭാവികളുടെ ഖജനാവിലേക്കല്ല പോയത്, അവരുടെ അക്കൗണ്ടിലേക്കല്ല പോയത്. അത് വീണ വിജയന്റെ അക്കൗണ്ടിലേക്കാണ് പോയത്. അങ്ങനെ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് വരുന്നത് അവരാണത് നേരിടേണ്ടത്. അങ്ങനെ നേരിടുന്നതിന് പകരം അത് നേരിട്ടാൽ അത് വിജയിക്കില്ല എന്ന് തോന്നിയിട്ടോ, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെ മുന്നിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഇവിടെ വലിയൊരു ഗൂഢാലോചന നടക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ വീണ വിജയനെതിരെ വന്നിട്ടുള്ള ഈ ആരോപണങ്ങളും അന്വേഷണങ്ങളും എല്ലാം, ഇത് ആരോപണമല്ല, അത് തെളിഞ്ഞ കാര്യമാണ്, അതിനുള്ള വ്യക്തമായ രേഖകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വൈറ്റ് കോളർ ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളായ ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ പടപ്പുറപ്പാട് നടത്തുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളുമായി CPM ഇറങ്ങാൻ പോവുകയാണ്. അതായത് ഇത് കേരളത്തിലെ മന്ത്രിസഭയ്ക്കെതിരെ, CPM-ന്റെ മന്ത്രിസഭയ്ക്കെതിരെ, CPM നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ നേരിട്ടെടുക്കുന്ന ചില ഇലക്ഷൻ മുന്നോടിയായിട്ടുള്ള ചില നാടകങ്ങളായിട്ടാണ് അവർ പറയുന്നത്. അഥവാ അങ്ങനെ വരുത്തി തീർക്കുകയാണ്. അങ്ങനെ വരുത്തി തീർത്താൽ മാത്രമേ അടുത്ത ഇലക്ഷനിൽ CPM-ന് വോട്ട് നേടാൻ കഴിയൂ. നമുക്കറിയാം, ഇന്നത്തെ ഈ ഭരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പുറത്തേക്ക് സംസാരിക്കുമ്പോൾ ജനങ്ങളൊക്കെ അസ്വസ്ഥരാണ്. പല പദ്ധതികളും, കേന്ദ്രത്തിന്റെ പല പദ്ധതികളും അറിയുന്നില്ല, പല കാര്യങ്ങളും ജനങ്ങൾ അറിയുന്നില്ല, അവർക്ക് അർഹതയുള്ളത് കിട്ടണില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ആയിപ്പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കാൻ പറ്റുമോ? നേരത്തെ കോൺഗ്രസ് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട്, അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. കാര്യം CPM ഭരിക്കുന്ന സമയത്ത് അത് പറയില്ല. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കുറച്ചൊക്കെ പുറത്തുകൊണ്ടുവരുമായിരുന്നു. കാര്യം കേന്ദ്രത്തിലും കോൺഗ്രസ് ആണ്, കേരളത്തിലും കോൺഗ്രസ് ആണ്. ഇവിടെ CPM എന്തെങ്കിലും പുറത്തേക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇനി കേന്ദ്രത്തിൽ CPM വരണം എന്നുള്ളൊരു ഗതികേടാ. അങ്ങനെ ഒരു അവസ്ഥ കേന്ദ്രത്തിൽ വരാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അമർഷം ഇവിടെ CPM-ന്റെ അണികളുടെ ഇടയിൽ ധാരാളമുണ്ട്. എന്നാൽ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള പദ്ധതികളിൽ 1ാം ഘട്ടവും 2ാം ഘട്ടവും ഒക്കെ പൂർത്തിയാക്കിയിട്ട് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പണം വാങ്ങാൻ വേണ്ടി അതിന്റെ കണക്കുകളോ കാര്യങ്ങളോ അതിന്റെ മറ്റു രേഖകളോ കൊടുക്കാതെ കാത്തുകെട്ടിയിരുന്നിട്ട് കേന്ദ്രം പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വശത്ത്. അപ്പോൾ സ്വാഭാവികമായും ആ ആരോപണങ്ങൾ വെച്ചുകൊണ്ട് കുറച്ചൊക്കെ അവർ വിജയിച്ചപ്പോഴാണ് നിർമ്മല സീതാരാമൻ വന്ന് ഈ കാര്യങ്ങളെല്ലാം പൊളിച്ചിട്ടത്. അതോടുകൂടി കേരളത്തിലെ സഖാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ നേതൃത്വം പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അതൊന്നും വാസ്തവമല്ല, വാസ്തവ വിരുദ്ധമാണ്, മറ്റെന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ കൺഫ്യൂഷനായും അതുപോലെ CPM നേതൃത്വത്തോടും അമർഷത്തോടും ഇരിക്കുന്ന സമൂഹത്തിലേക്കാണ്, അല്ലെങ്കിൽ അവരുടെ അനുയായികളുടെ ഇടയിലേക്കാണ്
ഇങ്ങനെ ഒരു കേസ് വരുന്നത്. അതായത് CMRൽ PV അതുപോലെ വീണ വിജയൻ ഈ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതിന് തടി വരണം. അതുപോലെ തന്നെ ഈ അമർഷം ഇല്ലാതാക്കണം. അമർഷം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിനെതിരെ ഒരു വികാരം ഉണ്ടാക്കി കൊണ്ടുവരണം. കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവരുടെ ഒരു നേതാവിനെ പിടിച്ച് അകത്തിട്ടിട്ട് പോലും മര്യാദയ്ക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. മര്യാദയ്ക്ക് പ്രതികരിക്കുന്ന നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. തെരുവിൽ കുറെ യൂത്ത് കോൺഗ്രസ്സുകാർ കിടന്ന് ഗോ വിളിക്കുന്നു എന്നല്ലാതെ മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അവരിൽ നിന്നൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ CPM നേതൃത്വം ചിന്തിക്കുന്നേ ഇല്ല. അവരൊന്നും ഒരു പ്രശ്നക്കാരല്ല. ഇവിടെ CPMന്റെ അണികളെ കൂടെ നിർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായി ഇവർ വളച്ചു മാറ്റുകയാണ്. അങ്ങനെ വളച്ചു കെട്ടിക്കൊണ്ട് കേന്ദ്രത്തിനെതിരെ ഈ ജനങ്ങളെ മുഴുവൻ തെരുവിലിറക്കിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തി കേന്ദ്രം നടത്തുന്ന പ്രതികാര നടപടികളാണ് എന്ന് പറയുമ്പോഴും അന്വേഷണം അതിന്റെ വഴിക്ക് തന്നെ നടക്കൂലേ? ആ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയനും വീണ വിജയനും ഒക്കെ അകത്ത് പോകൂലേ? അവിടെ ഈ സാധാരണക്കാരെ അണികൾക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിട്ട് CPM നേതൃത്വം ഈ പറയുന്ന അണികളെ തെരുവിലേക്ക് ഇറക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ കോടികളൊന്നും ഈ സാധാരണക്കാരായി തെരുവിൽ ഇറങ്ങുന്നവരുടെ അക്കൗണ്ടിലേക്കല്ല വന്നത്. അവിടെ നിന്ന് 5 പൈസയും കിട്ടിയിട്ടില്ല. ഇവിടെ ഉള്ള വരുമാനം കൂടി ഇല്ലാതാക്കിയിട്ടേ ഉള്ളൂ. പെൻഷൻ കിട്ടുന്നില്ല, യാതൊന്നും കിട്ടുന്നില്ല. വരുന്ന പദ്ധതികൾ വഴിമാറ്റി ചെലവഴിക്കുന്നത് കൊണ്ടാണ് അതിന്റെ അടുത്ത ഘട്ടം കേന്ദ്രം പണം കൊടുക്കാത്തത്. അങ്ങനെയും കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇതിന്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഈ അന്വേഷണത്തെ സത്യസന്ധമായി നേരിടാനും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ഇനിയെങ്കിലും ബാക്കിയുള്ള 2.5 വർഷമെങ്കിലും സ്വസ്ഥതയുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഉപദേശിക്കുകയാണ് വേണ്ടത്. നേതാക്കന്മാരെ ഉപദേശിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ വേണ്ടത്. അതല്ലാതെ ഇതൊരു കേഡർ പാർട്ടിയാണ്, മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളിത് കേട്ടുകൊണ്ടിരിക്കും എന്നുള്ള സിസ്റ്റം മാറിയിട്ട് താഴെ നിന്ന് പറയണം, ഇതൊന്നും നിങ്ങളുടെ കുടുംബത്തേക്ക് പണം വാങ്ങിയതിൻ്റെയും കൊടുത്തതിൻ്റെയും കണക്കുകളൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇതൊക്കെയാണ് വേണ്ടത്, ഞങ്ങൾക്കത് ആവശ്യമുണ്ട്, നിങ്ങളത് ചെയ്തു തരണം എന്ന് ഇവിടുത്തെ അണികൾ പറയണം. അങ്ങനെ പറയാനുള്ള അണികൾ ഇവിടെ ഇല്ലാത്തടത്തോളം കാലം ഇതുപോലുള്ള അഴിമതികൾ ധാരാളം അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർ കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കും. പിടിക്കപ്പെടുമ്പോൾ അന്വേഷണം വരുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ജനങ്ങളെ ചട്ടങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും.